വേദന എല്ലാവർക്കും. ഇതൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് വരുവേ. എനിക്ക് വർത്തമാനമൊക്കെ പോയി കണ്ടാണ് അതൊരു മാസം ഉണ്ടായി. പറയാം എല്ലാവരുമായിട്ടും നല്ല പരിചയമാണോ അല്ലേ? ഒക്കെ എല്ലാവരും വരും ഇവിടെ. ബേജാറാണ്. വാക്കുകൾ ഇടറുന്നുണ്ട്. പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഓരോരുത്തർക്കും പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ടവരെന്നുള്ള വാക്ക് അത് അവരെ ഓരോരുത്തരും അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും സഹകരിക്കുന്നവരാണ്. ആ നാടിൻ്റെ തന്നെ ഭാഗമാണ്. ഇനി ആ 9 പേർ ആ സ്കൂളിലില്ല. ഇനി ആ സ്കൂളിലുള്ളത് പാങ് GLP സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപികമാരും ഒരു പ്യൂണും മാത്രമാണ്. ഇപ്പോൾ 3 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരുടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഗിൻ കോയമ്പത്തൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, 3 പേരല്ലേ ചികിത്സയിൽ തുടരുന്നത്? ഒരു കുട്ടിയെ പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? 13 പേരാണ് ഈ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത്. അതിൽ 9 പേരാണ് മരിച്ചത്. ബാക്കി 4 പേർക്ക് പരിക്കേറ്റു. അതിൽ 3 പേരെയാണ് ഇവിടെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് വിദഗ്ധ ചികിത്സയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് വന്നിട്ടുണ്ട്. സ്ഥിതിഗതികളും മറ്റ് കാര്യങ്ങളുമൊക്കെ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 3 പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. ഒന്ന് മുഹമ്മദ് ഫായിസ് ആയിരുന്നു ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ഡ്രൈവർ. 22 വയസ്സാണ്. അതോടൊപ്പം തന്നെ നൌഷാദ് അലി ഈ സ്കൂളിലെ പാങ് സ്കൂളിലെ സ്കൂൾ ബസിൻ്റെ ഡ്രൈവറാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ സഹദീൻ മുഹമ്മദ് എന്ന ഒരു കുട്ടി, 11 വയസ്സാണ്. ആ കുട്ടിയും ഇവിടെ ചികിത്സയിലുണ്ട്. അപകടത്തിൽ മരിച്ച സാജിദയുടെ മകനാണ് സഹദീൻ എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ കുട്ടിയാണെങ്കിൽ അമ്മയുടെ മരണവിവരം അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഏറെ സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ആശുപത്രി പരിസരത്തു നിന്നും ഒക്കെ തന്നെ നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിയുന്നത്. ഇവരുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഷിഫ്റ്റിങ്ങിന് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് ആണ് ഡോക്ടർമാരും മറ്റുമൊക്കെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള പരിക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്റേണൽ ബ്ലീഡിംഗ് പലർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാക്ചർ ഉണ്ട്. കൂടാതെ ഇടുപ്പിന് പരിക്ക് ഏറ്റിട്ടുണ്ട്. കാരണം വലിയ താഴ്ചയിലേക്കാണ് ഈ വാഹനം വന്ന് വീഴുന്നത്. ലിഷോയി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് വാഹനം ഇറങ്ങി വരികയാണ്. പ്രത്യേകിച്ചും ഏതാണ്ട് കുത്തനെയുള്ള ഇറക്കമാണ് ഈ പറയുന്ന വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള റൂട്ടിൽ. അവിടെ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത്. ഫായിസിൻ്റെ ബന്ധുവാണ് നൗഷാദ് അലിയുടെ. എന്താണിപ്പോൾ ഇപ്പോൾ നൗഷാദ് അലിക്ക് ഇപ്പോൾ ആള് സംസാരിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഒബ്സർവേഷനിലാണ് ആൾ. ഓക്സിജനിലാണ് ഇപ്പോൾ ഉള്ളത്. ശ്വാസം എടുക്കുന്നതിനുള്ള തടസ്സങ്ങളാണ്. പിന്നെ അതിൽ ഇടുപ്പിനല്ല, അവൻ്റെ വാരിയല്ലുകൾക്കാണ് ചതയേറ്റേക്കണ്. പിന്നെ സ്പൈനർ കഴുത്തിൻ്റെ നമ്മളെ നട്ടലിൻ്റെ അതിൽ ചെറിയ ക്ഷതമുണ്ടെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘമൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് ഡോക്ടർമാർ ഇപ്പോഴും പോയിട്ടില്ല. അവർ സീനിയർ സൂപ്രണ്ടുമായി സംസാരിച്ച് അവരിന്നലെ ഒരു 3:30 മണി മുതൽ അവരിവിടെ ഉണ്ട്. അവരെല്ലാ അതിനും വളരെ ജില്ലാ മെഡിക്കൽ ഓഫീസറും അതുപോലെ മെഡിക്കൽ കോളേജിലൊരു ഡോക്ടറും അത് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഷിഫ്റ്റിങ്ങിന് ശ്രമിച്ചെന്നാണല്ലോ, പക്ഷേ ഈ ഘട്ടത്തിൽ അത് ബുദ്ധിമുട്ടാണ്. ഷിഫ്റ്റിങ്ങിന് ശ്രമിച്ചതാണ്. അതിൽ നൗഷാദ് അലി പറഞ്ഞ ആൾ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളാണ്. അപ്പോൾ അവരെ 2 പേരെയും ഇതാക്കിയിട്ടില്ല. ഇപ്പോൾ പയ്യനെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിക്കണം. ചെറിയ ആളെ സാധാ പയ്യനെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പയ്യൻ്റെ അരക്ക് താഴെ ചലനമില്ല. അതാണ് ഇപ്പോൾ ഇവിടുത്തെ തീരുമാനം. അപ്പോൾ എന്തെങ്കിലും അവന് ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൻ്റെ നിന്ന് കിട്ടിയിട്ടില്ല. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ അവർ തന്നിട്ടുണ്ട്. അതുമായിട്ട് ഇനി എന്തായാലും
ഒരു 2-3 ദിവസം ഒബ്സർവേഷൻ വെച്ചതിന് ശേഷം മാത്രമേ ഇവർ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നാണ് ഒരു ഡോക്ടർമാരിൽ നിന്നും നമ്മളെ മെഡിക്കൽ സംഘത്തിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരം. അതായത് സഹദിൻ മുഹമ്മദൻ എന്ന കുട്ടിയെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റി. മറ്റൊരു രണ്ടുപേരും ഇപ്പോഴും ICU തന്നെയാണ്. ഇനി അവർ മെയിൻ ICUയിലേക്ക് മാറ്റാൻ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ബന്ധുക്കളാണ് ഈ വിവരങ്ങൾ നമ്മളോടിപ്പോൾ കൈമാറിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നത്. അതായത് ഈ അപകടത്തിൻ്റെ ആഘാതം വളരെ വലുതായിരുന്നു. കാരണം ഈ ബാരിക്കേഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യം തകർത്തുകൊണ്ടാണ് വലിയ താഴ്ചയിലേക്ക് ഈ വാഹനം മറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ പലർക്കും ക്ഷതമേറ്റു ശരീരത്തിനൊക്കെ തന്നെ. അതുകൊണ്ടാണ് പലരും സ്പോട്ടഡ് ആയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ 3 പേർ ചികിത്സയിലുണ്ട്. അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ സംഭവത്തെ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും അതായത് ഒരു വലിയ സങ്കടത്തിലേക്കാണ് ഒരു നാട് തന്നെ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത്. കാരണം ഒരു ഗ്രാമത്തിലെ ഒരു നാട്ടുമ്പുറത്തെ ഒരു വിദ്യാലയം, അവിടെ എന്നും ചിരിച്ചും രസിച്ചും അല്ലെങ്കിൽ കളിച്ചുമൊക്കെ കണ്ടിരുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ അധ്യാപകർ, ആ അധ്യാപകർക്ക് ആ സമൂഹവും അല്ലെങ്കിൽ അവിടത്തുമാരുമായി തന്നെ വലിയ തരത്തിലുള്ള ബന്ധമായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധം, അതിനുശേഷം അവർ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു. ആ മടങ്ങിവരവ് ഇത്തരത്തിൽ ആകുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചില്ല, നനച്ചിരുന്നില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. നമ്മളിവിടെ പലരോടും സംസാരിക്കുമ്പോഴും ആ തരത്തിലുള്ള ഞെട്ടലൊക്കെ തന്നെ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അത്യന്തം സങ്കടത്തിലേക്ക്, ഒരു സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് ഈ പാങ്ങെന്ന് പറയുന്ന ഗ്രാമവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇടവുമൊക്കെ തന്നെ. എന്തായാലും ഇപ്പോൾ പ്രധാനമായും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്ന് പറയുന്നത് 3 പേരാണ്. അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സംഘം ഇവിടെയുണ്ട്. വാളയാർ പോലീസ് പുലർച്ചെ അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ വാളയാർ പോലീസ് ടീം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെയുണ്ട്. CI ഉൾപ്പെടെയുള്ളവർ. എന്തായാലും ആ ക്രമീകരണങ്ങൾ ഈ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഷിഫ്റ്റിംഗ് അത് പ്രായോഗികമല്ല എന്ന കാര്യവും കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതാണ് നിലവിൽ ഇപ്പോൾ പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ആ നിലയിൽ ഇപ്പോൾ ഉള്ളത്. ശരി രാഗിൻ, അപ്പോൾ കോയമ്പത്തൂർ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ്, അവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ് രാഗിൻ ഇപ്പോൾ പങ്കുവച്ചത്. 3 പേരാണ് അവിടെ തുടരുന്നത്. സാജിദയുടെ മകനായ ഷഹദിൻ 11 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു മസ്ലിൻ എന്ന 10 വയസ്സുള്ള കുട്ടിയുണ്ടായിരുന്നു, ഷക്കീലയുടെ മകളാണ്. ആ കുട്ടീനെയാണ് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ICUയിൽ തുടരുന്നത് 2 പേരാണ്. അത് ഈ സ്കൂളിൻ്റെ ഡ്രൈവറായ കുന്നക്കാവ് സ്വദേശിയായ നൌഷാദാണ്. പിന്നെ ഈ ട്രാവലറിൻ്റെ ഡ്രൈവർ മുഹമ്മദ് ഫഹീസാണ്. ഇവർ 2 പേരുമാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. അങ്ങനെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉള്ളത് 3 പേരാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ 13 പേർ ഒരുമിച്ച് പോയ യാത്രയാണ്. അതിൽ 9 പേർ മരണപ്പെട്ടു, 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 പേർ ഇപ്പോഴും ICUയിൽ തന്നെ തുടരുകയാണ്. ഇനി സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നത് 9 മണി സമയത്തോടു കൂടി തന്നെ പൊതുദർശനത്തിന് വേണ്ടിയിട്ട് മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതായിരിക്കും. പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടാവുക. 1 മണിക്കൂർ സമയം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മയ്യത്തുകൾ നമ്മളെ സാജിദ, പിന്നെ റംല, ഷക്കീല, ഈ 3 മയ്യത്തുകൾ പാങ്ങു വലിയ ജുമാ മസ്ജിദിലാണ് ഖബർസ്ഥാനിലെ മറവ് ചെയ്യുന്നത്. പിന്നെ സുഹറ അവരുടെ മോന് ഹിഷാം, അത് പിന്നെ ഈസ്റ്റ് പാങ് പിന്നെ മഹലിലുള്ള ഖബർസ്ഥാനിലാണ്. അതുപോലെ തന്നെ മജീദ് മാഷും റുക്കിയ ടീച്ചറും അവരെ മാട്ടാത്ത് മഹലിലാണ്. ഇതാണ് ഈ 3 ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യുന്നത്. ബാക്കി ടീച്ചർമാരെ ആഷ ടീച്ചറും അവരവരുടെ കുളത്തൂർ കൊണ്ടും പിന്നെ അജിത ടീച്ചറെ പാലൂർക്കും കൊണ്ടുപോവാണ്.